നമ്മൾ ചലഞ്ചിങ് വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ഇഡ്ഡലി ആയിരുന്നു. സോ നമുക്കിത് ഇഡ്ഡലി തയ്യാറാക്കിയാലോ? ഇതിനായി തലേ ദിവസം 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച പച്ചരി, ഉഴുന്ന്, 5-6 മണി ഉലുവ, അല്പം ചോറ് എന്നിവ വെള്ളം ഒഴിച്ച് മിക്സിയിൽ നിന്നൊന്ന് അരച്ചെടുക്കാം. ശേഷം ഇതൊരു പാത്രത്തിൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മൂടി വെക്കാം. ഒരു രാത്രി ഇതിങ്ങനെ ഇരിക്കട്ടെ. രാവിലെ ഇതെടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ദെൻ ഇതുണ്ടാക്കാനായി നമ്മുടെ ടീ പാനിൽ 1/4 ഭാഗം വെള്ളമെടുത്ത് അതിന്റെ വായ്ഭാഗം നല്ലൊരു തോർത്ത് യൂസ് ചെയ്ത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ശേഷം ഇൻഡക്ഷൻ ഓണാക്കി ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ദെൻ അല്പം എണ്ണ തൂവി നമ്മുടെ മാവ് ഇതിന്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. എത്ര വലിപ്പത്തിലുള്ള ഇഡ്ഡലിയാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും വലിപ്പത്തിൽ നിങ്ങൾക്ക് മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ദെൻ ഒരു മൂടിയെടുത്ത് മൂടിക്കൊടുക്കാം. മൂടിയെടുക്കുമ്പോൾ എപ്പോഴും കുഴിയുള്ള ടൈപ്പ് മൂടിയെടുക്കാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് ബാറ്റർ ഒന്ന് പൊങ്ങി വരും വേവുമ്പോൾ, അതുകൊണ്ടാണ്. ദെൻ ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ദെൻ അടപ്പ് മാറ്റി നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ അറ്റൊന്ന് ഇളക്കി മാറ്റി ഇഡ്ഡലി എടുത്ത് മാറ്റാവുന്നതാണ്. ഒരു 20 മിനിറ്റിൽ 10ഓളം ഇഡ്ഡലി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കുന്ന സെയിം ടേസ്റ്റിലുള്ള ഇഡ്ഡലി. ദെൻ ഇതിനിടയിൽ ഞാനൊരു ചെറിയ ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ജസ്റ്റ് ഒന്ന് പറയാം. തേങ്ങ ചിരകിയത്, 5-6 പൊട്ടുകടല, ഒരു ചെറിയ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അല്പം വെള്ളം ഒഴിച്ചൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ദെൻ ടീപോട്ടിൽ ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ച് തിളക്കുമ്പോൾ ഉപ്പും കറിവേപ്പിലയും ഇട്ട് എടുത്തു മാറ്റാം. ഇതാണ് നമ്മുടെ ചട്നി. അപ്പം നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ് ഗൈസ്, അടിപൊളി. സോ മസ്റ്റ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.